കേസ് ഞാനിപ്പോൾ ഈ വീഡിയോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഫ്രീ ആയിട്ട് ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് എങ്ങനെ പണം സമ്പാദിക്കാമെന്നതാണ്. നിങ്ങൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ആപ്ലിക്കേഷൻ എങ്ങനെ ആഡ്മോബിൽ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിന് നമ്മൾ ഗൂഗിൾ ആഡ്മോബ് വെബ്സൈറ്റിൽ പോകണം. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ആഡ്മോബ് ബൈ ഗൂഗിൾ. ഇവിടേക്കാണ് നിങ്ങൾ സൈനപ്പ്. ആഡ്മോബ് ബൈ ഗൂഗിൾ, ഇവിടെ നിങ്ങൾ സൈനപ്പ് ചെയ്യുക. ഇവിടെ കാണിക്കും സൈൻ ഇൻ വിത്ത് മൈ ഗൂഗിൾ അക്കൗണ്ട് ഓർ ക്രിയേറ്റ് ന്യൂ ഗൂഗിൾ അക്കൗണ്ട്. നിങ്ങൾ ഓൾറെഡി സൈൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ഉള്ള ആളുകൾ സൈൻ ഇൻ വിത്ത് മൈ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് അതിൽ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് ഈസ് ഓക്കെ. ഓക്കെ, സൈനപ്പ് പേജ് ഓപ്പണായി. ഇവിടെ നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് കാണിക്കും. ഇവിടെ AdSense അക്കൗണ്ട്, ഈ ജിമെയിൽ AdSense അക്കൗണ്ട് ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഹെൽപ്പ് ക്രിയേറ്റ് വൺ ബിലോ AdWords അക്കൗണ്ട്. ഓക്കെ, നമ്മൾക്ക് ഇവിടെ യെസ് യൂസ് ദിസ് ജിമെയിൽ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ AdSense ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് to create AdSense, select a country, select one country which you like, your country, India. I click India. Okay, now click here, continue click ചെയ്യുക. ഇവിടെ ഇൻഡിവിജ്വൽ. ഓക്കെ, ഇൻഡിവിജ്വൽ ഓപ്ഷൻസ് ബിസിനസ്സിലുണ്ട്. നമുക്ക് ഇൻഡിവിജ്വൽ അഡ്രസ് നെയിം, നമുക്ക് അഡ്രസ് ഏതാണോ കൊടുക്കുന്നത് കൊടുക്കാം. പോസ്റ്റ് കോഡ് നമ്മൾ കറക്റ്റായിരിക്കണം. ഫോൺ നമ്പർ, സ്റ്റേറ്റ് കേരള. ഓക്കെ, അതേപോലത്തെ ആ പിൻകോഡ് ഇതിൽ മാച്ചായിരിക്കണം, അല്ലെങ്കിൽ എറർ കാണിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കെ, ക്ലിക്ക് കണ്ടിന്യൂ ബട്ടൺ. ഓക്കെ, now you create AdSense account. ഓക്കെ, ഇനി AdWords ആണ്. ഇതിൽ ഈ അക്കൗണ്ട് ടൈം സോൺ, you can create time zones, Indian time zone.
കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. പോളിസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് AdMob അക്കൗണ്ട്. AdMob അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം, ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ നിങ്ങളുടെ AdMob അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഹോം പേജ് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനി ഇവിടെ എങ്ങനെയാണ് നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എങ്ങനെ ഇവിടെ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, മോണിറ്റൈസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെർച്ച് ഫോർ യുവർ ആപ്ലിക്കേഷൻ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണിക്കും. ഇതുപോലെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ആഡ് ചെയ്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻ നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. സോ നമ്മുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആഡ് യുവർ ആപ്ലിക്കേഷൻ മാനുവലി. ഈ ആപ്ലിക്കേഷൻ മാനുവലി നമ്മൾ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ നെയിം ബ്രൗസർ 1 2 3 4. select the platform, Android. Add application. Add up. Click. ഇനി ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള ഏഡിയാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ബാനർ, ഒന്ന് ഇൻഡസ്ട്രേഷൻ. ഓക്കെ, ആദ്യം നമുക്ക് ബാനർ ആഡ് ചെയ്യാം. ബാനർ ക്ലിക്ക് ചെയ്താൽ ഓപ്ഷൻ വരും. ആഡ് യൂണിറ്റ് നെയിം. ഇത് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. എഡിറ്റ് ടൈപ്പ്, നിങ്ങൾക്ക് ടെക്സ്റ്റ് മാത്രം ടെക്സ്റ്റ്, ഇമേജ് മാത്രമാണെങ്കിൽ ഇമേജ്. ഇത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇതാണ്. ഈ മോഡൽ ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും താഴെ ഇതുപോലെയാണ് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് വരിക. ഈ കാണുന്നത് ഇതുപോലെ വെറും ടെക്സ്റ്റ് മാത്രം വരും, അല്ലെങ്കിൽ നിങ്ങൾ ഇമേജ് വരും. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ക്ലിക്ക് ടെക്സ്റ്റ് മാത്രം മതിയെങ്കിൽ ടെക്സ്റ്റ് മാത്രം ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ടും വരും. ഓക്കെ, ഒരു യൂണിറ്റ് നെയിം. അപ്പോൾ ബാനർ ബ്രൗസർ ബാനർ. ഓക്കെ, സേവ് ചെയ്യുക. എസ്കേപ്പ്. ഇവിടെ നിങ്ങൾക്ക് കാണിക്കും ആപ്ലിക്കേഷൻ ID ആൻഡ് ആപ്ലിക്കേഷൻ യൂണിറ്റ് ID. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ യൂണിറ്റ് ID കോപ്പി ചെയ്യുക. ഈ യൂണിറ്റ് ID കോപ്പി ചെയ്യുക. കോപ്പി. ഓക്കെ, ഇപ്പോൾ ഈ നമ്മൾ മോഡിഫിച്ചിലെ ബ്രൗസർ ബാനർ ID ഇവിടെ കാണിക്കുന്നുണ്ട്. AD യൂണിറ്റ് ID ആണിത്. AD ഫോർമാറ്റ് ബാനർ, AD സോഴ്സ്. ഓക്കെ, നമ്മുടെ ഹോം പേജ് ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇവിടെ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല, നമ്മളൊന്നും നെയിം ചെയ്തിട്ടില്ല. യെസ്റ്റർഡേ, ദിസ് മന്ത്, ലാസ്റ്റ് മന്ത്. ഇനി നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന AD യൂണിറ്റ്, ഈ AD യൂണിറ്റ് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യാം. അതിന് നമ്മൾ വേണ്ടത് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത apps.json.com പോകണം.